ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളുടെ കാണിക്കാൻ പോണത് ഡമ്മി കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. നമുക്കൊരു പ്രാങ്ക് ആക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ് ഡമ്മി കേക്ക്. അതുപോലെ ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ താഴത്ത് നമ്മൾ ഡമ്മി വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കേക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാനിവിടെ 2 ഡമ്മി എടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിലും 6 ഇഞ്ചിലും ഉള്ള 2 ഡമ്മിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഈ ഡമ്മിയൊക്കെ. അപ്പോൾ ഇത് തെർമോക്കോളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെ ഐസിങ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയണത്. ഡമ്മി കേക്ക് ഷോപ്പിലൊക്കെ 6 ഇഞ്ച് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ അതിൻ്റെ ചെറുത് ഇവിടെ ഒന്നും കിട്ടാനില്ല. ഇനി പുറത്ത് കിട്ടണുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ 2 കേക്കിനെ നമ്മൾ തമ്മിൽ ഐസിങ് ചെയ്യണതിൻ്റെ മുന്നായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്യണം. സ്റ്റിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതൊരു വെയിറ്റ് ഇല്ലാത്തൊരു കേക്ക് സംഭവമാണല്ലോ, തെർമോക്കോളാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ബേസിൽ ആദ്യം ഫിക്സ് ചെയ്യണം. അപ്പോൾ ഈ ബേസിൽ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് ഇത് സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബേസിനെയും അതുപോലെ ടേണിംഗ് ടേബിളിനെയും തമ്മിൽ ഡബിൾ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ശേഷം ഡമ്മിനെ നമ്മൾ ബേസിൽ അതുപോലെ തന്നെ ഡബിൾ സ്റ്റിക്ക് വെച്ചിട്ട് ഡമ്മിനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഈ ഡമ്മി അതിൽ നല്ലോണം ഒട്ടിയിരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ കേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ സ്റ്റിക്ക് അവിടെ നന്നായിട്ട് സ്റ്റിക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബേസിനെയും ഡമ്മിനെയും തമ്മിൽ ഇതുപോലെ ഡബിൾ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തു. പിന്നെ 2 ഡമ്മിനെ തമ്മിലും ഡബിൾ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ ഒട്ടിക്കണ സമയത്ത് ഇതുപോലെ സ്റ്റിക്ക് നമ്മൾ ഒട്ടിച്ച ടാപ്പ് പുറത്തേക്ക് കാണാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ ഒട്ടിച്ചപ്പോൾ ഇത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ഇങ്ങനെ സ്റ്റിക്കായി ഇരിക്കുന്നുണ്ടോന്ന്. അപ്പോൾ ഇത് സ്റ്റിക്കായിട്ടില്ല കേട്ടോ. താഴത്തത് ഇതാ ചെരിച്ച കഴിഞ്ഞ സമയത്ത് ടേണിംഗ് ടേബിളിൽ നിന്ന് സ്ലിപ്പായി വീണ്. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റിക്ക് അവിടെ ഒട്ടിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ സ്ലിപ്പായി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ 2 കേക്കും തമ്മിലും നന്നായിട്ട് സ്റ്റിക്കായിക്കണമെന്നുള്ളത് നല്ലോണം നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കേക്കിന് ഐസിങ് ചെയ്യാം. അപ്പോൾ ഇത് തീരെ വെയിറ്റ് ഇല്ലാത്ത കാരണം നമുക്ക് ഐസിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൽ ക്രീം അധികം കൂടുതലായിട്ടൊന്നും ഞാൻ ക്രീം യൂസ് ചെയ്യണില്ല കേട്ടോ. കുറേ വേസ്റ്റായി പോവല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലുള്ള ക്രീം കഴിക്കാൻ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും കഴിക്കാൻ കൊടുക്കാതിരിക്കുക. കാരണം ഈ ഒരു തെർമോക്കോളിൽ ചെറിയൊരു നാര് പോലെയുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും. നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് ഈ ക്രീമിലെല്ലാം ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്രീം നമുക്ക് കഴിക്കണ കുട്ടികളൊക്കെ ചിലപ്പോൾ കഴിക്കാൻ ചാൻസ് ഉണ്ട്. വെഡ്ഡിങ്ങിനൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൽ ഇങ്ങനെ തോണ്ടി കഴിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഒരു നാര് പോലുള്ളൊരു സംഭവമാണ് ഈ ഒരു തെർമോക്കോളിൻ്റെ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഐസിങ് ചെയ്യുന്ന കുറച്ച് ക്രീം മാത്രമേ ഞാൻ യൂസ് ചെയ്യണുള്ളൂ. പിന്നെ കളർ ആഡ് ചെയ്യാത്ത കാരണം നമുക്ക് കൂടുതലായിട്ട് ഭാഗത്തൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിലും അറിയില്ല കേട്ടോ. അപ്പം തിന്നായിട്ടുള്ള ഒരു ഐസിങ് ആണ് ഞാൻ കൊടുക്കുന്നത്. മുകളിലും താഴെയും കൊടുക്കുന്നുണ്ട്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതിന് ഐസിങ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രം ഐസിങ് ചെയ്യാനേ പറ്റണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ താഴെയും മുകളിലും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് താഴത്തും മുകളിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതലായിട്ടൊന്നും ഫിനിഷിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി കേട്ടോ. ഞാൻ 2 ടയറായിട്ട് ചെയ്യണ ഫസ്റ്റ് ടൈമാണ്. ഒറ്റ ഡമ്മിയായിട്ട് ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ച് മുന്നേ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഐസിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുകളിലും താഴെയും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ വരുമ്പോൾ എന്ത് ഫിനിഷിങ് കുറവുണ്ടെന്നുണ്ടെങ്കിലും അത് അതിൽ അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ അത് വെച്ചിട്ടൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് ചെയ്യണത് വെഡ്ഡിങ്ങിന് കപ്പിൾസിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഞാനിതൊരു വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് ഫ്ലവേഴ്സ് വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് നമുക്ക് ഡയറക്റ്റ് ഒരിക്കലും ഈ ഒരു കേക്കിലേക്ക് വെച്ച് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റിക്കിൽ വെച്ചിട്ട് വേണം ഈ ഒരു കേക്കിനകത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കുത്തി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലീഫ് വെച്ച് കൊടുക്കുന്നതും ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഹോൾസ് ആക്കിയതിൻ്റെ ശേഷം വേണം ലീഫ് വെച്ച് കൊടുക്കാനും. ഫ്ലവേഴ്സും ലീഫും ഒക്കെ ചെറിയ ചെറിയ ഹോൾസ് ആക്കി കൊടുക്കുക. ഹോൾസ് ആക്കിയതിൻ്റെ ശേഷം മാത്രമേ അതിൽ ഇരിക്കുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീമിൽ ജസ്റ്റ് അപ്പോൾ അവിടെ ഇരുന്നിക്കണമെന്നുണ്ടെങ്കിലും പുറത്തേക്ക് വീഴും, കൊണ്ടുപോകുന്ന സമയത്തൊക്കെ താഴത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്റ്റിക്ക് ഇട്ട് ഒന്ന് ഹോൾസ് ആക്കിയതിൻ്റെ ശേഷം അതിൻ്റെ അകത്തേക്ക് വേണം ലീഫിനെ വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഈ ഒരു കേക്കിലേക്ക് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാം സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ഹോൾസ് ആക്കിയതിൻ്റെ ശേഷമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ടോപ്പിലും സൈഡിലും മാത്രമാണ് ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതുപോലെ തന്നെ ഒന്ന് ചേർച്ച് വെച്ചൊക്കെ നോക്കണുണ്ട് കേട്ടോ. എവിടെയെങ്കിലും സ്റ്റിക്ക് ആവായി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ശരിയാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് വെച്ചതിൻ്റെ ശേഷമാണ് ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസമാണ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് സ്റ്റിക്കായി ഇരിക്കണുണ്ട്. ഇനി നമുക്കിതിനെ എങ്ങനെ കസ്റ്റമർ കട്ട് ചെയ്തതെന്നുള്ളത് കൂടി കാണാം. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഡമ്മിക്ക് എത്രയാണോ റേറ്റ് വരുന്നത് ആ റേറ്റും പിന്നെ ഫ്ലവേഴ്സിൻ്റെ റേറ്റും നമ്മൾ വേറെ എന്തൊക്കെയാണോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ എല്ലാം റേറ്റ് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ ഒരു അങ്ങനെ ടോട്ടൽ ചെയ്തിട്ട് വേണം നമ്മൾ കസ്റ്റമറിന് പറയാൻ. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 800 രൂപ ആ ഒരു റേറ്റിൽ വരുന്ന ഡമ്മി കേക്കാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും, അതുപോലെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതലായിട്ടുള്ള ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.